ഹലോ, നമുക്കിന്നൊരു ചിക്കൻ കറി ഉണ്ടാക്കിയാലോ? വളരെ സിമ്പിളായിട്ടുള്ള എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറി ഉണ്ടാക്കിയാലോ? ഇത് മിനിയാൻറ്റിയുടെ സ്പെഷ്യൽ ചിക്കൻ കറിയാണേ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ചിക്കനെല്ലാം മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമ്മൾ കുറേ സമയം ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, കാരണം ആ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുക്കറിനകത്താണേ. അപ്പോൾ നമ്മൾ പച്ചവെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു, കറിവേപ്പിലൊക്കെ ഇട്ട ശേഷം നമ്മൾ അധികം മല്ലിപ്പൊടി ഇട്ട് കേട്ടോ, ശകലം കൂടുതൽ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. കാരണം ഒരു കറിക്ക് ഒരു നല്ലൊരു ഫ്ലേവറും പിന്നെ ഒരു കറിക്ക് നല്ലൊരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു. പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടിയും ശകലം ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് നമ്മളതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ സവോള, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ ശകലം ചെറിയ ഉള്ളി, ഇതെല്ലാം കൂടെ നമ്മൾ മിക്സിയിൽ അരച്ചാണ് നമ്മൾ ഇതിനകത്ത് ഇത് ചേർത്തത് കേട്ടോ. സാധാരണ നമ്മൾ വാട്ടിയാണ് മിക്കവരും ചേർക്കുന്നത്, പക്ഷേ ഇതെല്ലാം കൂടെ അരച്ചിട്ടാണ് നമ്മൾ ചേർത്തത്. അപ്പോൾ നമ്മൾ ശകലം കൂടെ ഗ്രേവിക്ക് നമ്മൾ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചായിരുന്നു കേട്ടോ. അതിനുശേഷം നമ്മൾ ഉരുളക്കിഴങ്ങ് ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ചിലവരൊക്കെ ആണെങ്കിൽ ക്യാരറ്റ് ആഡ് ചെയ്യും, പക്ഷെ നമ്മളാണെങ്കിൽ ഉരുളക്കിഴങ്ങാണ് ആഡ് ചെയ്തത് കേട്ടോ. അപ്പോഴാണെങ്കിൽ അതും കൂടി ഇട്ട് കഴിഞ്ഞ് നമ്മളപ്പം ഒന്ന് നോക്കിയപ്പോഴത്തേക്കും ശകലം ഉപ്പ് കുറവായിരുന്നു. അപ്പം നമ്മൾ വീണ്ടും ശകലം കൂടി ഉപ്പിട്ട് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ഈ ചിക്കൻ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ നമ്മൾ ഈ ഗ്രേവിക്കകത്തോട്ട് ഇടുവാണേ. ഇത് ശരിക്കും പറഞ്ഞാൽ വളരെ സിമ്പിളാണ് കേട്ടോ, പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പം പ്രത്യേകിച്ച് ബാച്ചിലേഴ്സിനൊക്കെ കേട്ടോ വളരെ ഇതാണ്. പിന്നെ നമുക്കിത് അപ്പത്തിൻ്റെ കൂടെയും അങ്ങനത്തെ ഇടിയപ്പം, അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മളിതൊരു ചോറിന് വേണ്ടിയിട്ട് വൈകുന്നേരം ഉണ്ടാക്കിയതാണ്. പിന്നെ നമ്മൾ കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഈ ചിക്കൻ കേട്ടോ, അത് വറക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇത് ഇളക്കിയെല്ലാം മിക്സ് ചെയ്ത് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് കുക്കർ ഒരു ശകലം ചെറിയ കുക്കറായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ട് ആൻറ്റിക്ക് ഇളക്കാൻ വേണ്ടിയിട്ട് സമയത്തൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 വിസിൽ മതി കേട്ടോ ഈ ഒരു ചിക്കൻ കറിക്ക്. ഒരു ചെറിയൊരു വിസിൽ, ഒരു ലോ ഫ്ലെയിമിലുള്ള ഒരു ചെറിയ വിസിലും പിന്നെ ആണെങ്കിൽ ഒരു ഫുൾ ഫ്ലെയിമിലുള്ള ഒരു വിസിലും കൂടെ മതി കേട്ടോ. അപ്പോൾ നമ്മൾ കുറേ സമയം കഴിഞ്ഞു, അങ്ങനെ 2 വിസിലും വന്നു. നമ്മളപ്പം ഈ തുറന്ന് നോക്കുമായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു കേട്ടോ. ഈ കാണുന്നത് പോലെ തന്നെ ആ നെയ്യൊക്കെ അങ്ങോട്ട് അതിൻ്റെ മുകളിലും പിന്നെ നല്ല മണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി കറിയായിരുന്നു. എല്ലാവർക്കും